ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂപ്പസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്കിന്ന് തിങ്കളാഴ്ച ആയിട്ട് നമ്മുടെ കൊണാമി നമ്മുടെ ഗെയിമിലേക്ക് ഒരു കിഡിലൻ പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നാഷണൽ ഗാർഡിയൻസ് എന്ന പേരിലാണ് ഈ പാക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് കിഡിലൻ പ്ലെയേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ സ്ക്രീനിലാണ് പോലെ തന്നെ നമ്മളുടെ ഗോൾ കീപ്പേഴ്സിലെ ഗോട്ടായ നമ്മുടെ ഗോട്ട് മൈക്കിൾ വന്നിട്ടുണ്ട്. അതെ, പീച്ചേഴ്സ് മൈക്കിൾ വന്നിട്ടുണ്ട്. സോ മൂപ്പര് വന്നിരിക്കുന്നത് GK ഡയറക്റ്റിംഗ് ഡിഫൻസ് വന്നിട്ടുള്ള സ്കില്ലായിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇറ്റലിയുടെ വൺമതിലായിരുന്നു നമ്മുടെ ബനൂച്ചി. സോ ബനൂച്ചി വന്നിരിക്കുന്നത് ഫോർട്രസ് പ്ലസ് ഏരിയൽ ഫോർട്ട് പറഞ്ഞ സ്കില്ലായിട്ടാണ്. ഒരു കിടിലൻ കടഞ്ഞാണ് മൂപ്പരുടെ. അതുപോലെ തന്നെ നമ്മുടെ റൊണാൾഡ് കുയ്മാൻ. സോ കുയ്മാൻ നെതർലാൻഡ്സിൻ്റെ വൺമതിലായിരുന്നു. അതുപോലെ തന്നെ ഒരു ഗോൾ സ്കോറിംഗ് സെൻറ്റർ ബാക്ക് കൂടെ ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ കുയ്മാൻ വന്നിരിക്കുന്നത് ഫോർട്രസ് പ്ലസ് ലോങ് റീ ടാക്കിളായിട്ടാണ്. അപ്പോൾ എന്തായാലും മൂന്ന് പേരും അടിപൊളിയാണ്. നിങ്ങൾക്ക് ഡിഫൻസിക്ക് ഇപ്പോൾ ഒരാളെ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഗോൾ കീപ്പറായിട്ട് ഒരാളെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് പോകേണ്ട ഒരു പാക്കാണിത്. അപ്പോൾ അത്യാവശ്യം കിടിലൻ പാക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്ന് നമുക്ക് ഇതിന് ആരെ കിട്ടുമെന്ന്. അപ്പോൾ നമ്മളിന്ന് സ്പിൻ ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹരിബ്രോഡ് അക്കൗണ്ടിലാണ് കേട്ടോ. സോ മൂപ്പർക്ക് ഈ അക്കൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ബനൂച്ച് ഓൾറെഡി ഉണ്ട്. അപ്പോൾ പക്ഷേ മൂപ്പർക്ക് പീച്ചേഴ്സ് മൈക്കിളിന് വേണം. ഓക്കെ, ഗോൾ കീപ്പറായ പീച്ചേഴ്സ് മൈക്കിളിന് വേണം. അപ്പോൾ ആളെങ്ങനെയൊക്കെ എടുത്തു കൊടുക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ്. സോ നോക്കി നോക്കാം. കുയ്മാനെ കിട്ടിയാലും കുഴപ്പമില്ല, പീച്ചേഴ്സ് മൈക്കിളിന് കിട്ടിയാലും. ബനൂച്ചിയുടെ പണ്ടത്തെ കാർഡ് വന്നതും ഇത് തമ്മിൽ വലിയ വ്യത്യാസം പറയാനില്ല കേട്ടോ. അതുകൊണ്ടാണ് ആൾ അങ്ങനെ പറഞ്ഞത്. നോക്കി നോക്കാം. കിട്ടിക്കഴിഞ്ഞ ഭാഗ്യം. പീച്ചേഴ്സ് മൈക്കിളിന് കിട്ടിയാൽ മതിയായിരുന്നു, ചാമ്പാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഹരിബ്രോഡ് അക്കൗണ്ട് അതിൻ്റെ അക്കൗണ്ട് അല്ല. അപ്പോൾ കഴിഞ്ഞ വട്ടം ഷോർട്ട് ടൈം ഫസ്റ്റ് ട്രൈയിൽ കിട്ടി മെയിൻ അക്കൗണ്ടിൽ. അത് ഇവിടെ പ്രസക്തി ഇല്ലയെന്നറിയാം, എന്നാലും പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ് ഇന്നത്തെ സ്പിന്നിൽ നമുക്ക് ആര് കിട്ടുന്ന. അതിന് നമുക്ക് ടാർഗറ്റ് ആയ പീച്ചേഴ്സ് മൈക്കിളിനെ 3 വട്ടം തൊട്ട് ബാക്ക് വരാം. 2, 3. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുയ്മാനോടോ, കാരണം ഈ 2 പ്ലെയറെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കുയ്മാൻ ഓക്കെ, 3 വട്ടം തൊട്ടിട്ടുണ്ട്. സോ ബാക്ക് വരാം. ക്യാൻസൽ. ഓ, ഇത് ഫ്രീ ട്രൈ ആണ്. ഫ്രീ ട്രൈ എടുത്ത് കൊടുക്കുക. ഇതിലെങ്ങാനും ഒരു പിക്ക് കിട്ടിയതിന് ലാഭമായില്ലോ. എപ്പോഴൊക്കെയാലും ഫ്രീ ട്രയൽ ഇത് കിട്ടില്ല, അതുകൾ ചിന്തിച്ചിരിക്കേണ്ട കാര്യമാണ്. സോ റോഡൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയറാണ് കേട്ടോ, റോഡൻ. സോ എന്തായാലും നമുക്കിനി നോക്കി നോക്കാം. പീച്ചേഴ്സ് മേക്കറാണ് ഗൈസ് മെയിൻ ടാർഗറ്റ്. പീച്ചേഴ്സ് മേക്കറിനെ കിട്ടണം. ഓക്കെ, മൂപ്പരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റാണിത്. കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ? കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും. കുയ്മാനെ ടാർഗറ്റാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കി നോക്കാം. ഫസ്റ്റ് ട്രൈ കൊടുക്കുകയാണ്. കൊടുക്കാൻ പോട്ടോ. സുയി. തിരിച്ച് വച്ചതുപോലെ ആ ഒരു ഫസ്റ്റ് ടൈമിൻ്റെ ഗൈസ് ഒരു ബേസ് കാർഡാണ് കുളുസൂസ്കി. നമ്മുടെ ജാൻ കുളുസൂസ്കി. ഓ, ടോട്ടനെ റെഗേച്ചായില്ലടാ. ടോട്ടനെ അവസാനം ജയിച്ചു എവർട്ടണായിട്ട്. അപ്പുറത്ത് വെസ്റ്റ് ഹാമാണെങ്കിൽ തോക്കും ചെയ്തു. സോ അവിടെ പ്രസക്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ടോട്ടനം റെലഗേറ്റ് ആവേണ്ടി രക്ഷപ്പെട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ട്രൈയിലേക്ക് പോകാം. 5900 കോയിൻ റെഡി. സാധനം കിട്ടിയാൽ മതിയായിരുന്നു. ഈ പീച്ചേഴ്സ് മൈക്കിളിന് വേണ്ടേ? 1, 2, 3. 1, 2, 3. 3 വട്ടം തൊട്ടുണ്ട് രണ്ടുപേരും. എന്നിട്ട് പിന്നെ വരാം. എന്നിട്ട് നമുക്ക് വേണ്ടാത്ത ആളെ തൊടാം. എന്നിട്ട് ഡീറ്റെയിൽസ് നോക്കാം. ഇറ്റ്സ് എ ന്യൂ ട്രിക്ക്. ഓക്കെ, സോ ഇനി നമുക്ക് ഡയറക്റ്റ് സ്പിൻ കൊടുക്കാം. ഡയറക്റ്റ് കൊടുക്കാം. എടാ ഇത് ഇറ്റലിയുടെ ഭാഗ്യം. ഞാൻ പേടിച്ചൊന്ന് ബനൂച്ചി ആണോന്ന്. എടാ അയ്യേ, ഞാൻ വിചാരിച്ചു പെട്ടത് ഇറ്റലിയുടെ ബനൂച്ചി കിട്ടിയവരെ പടിയാ. ബനൂച്ചി കിട്ടരുത്, മച്ചവനെ വേണ്ടി. പീച്ചേഴ്സ് മൈക്കിളിനെ എന്തായാലും ആരും കിട്ടിയില്ലടാ. ചെക്ക് റിപ്പബ്ലിക്കത്തെ ഒരു പ്ലെയറാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ട്രൈ അങ്ങനെ ഗുദാഹുവ പറയണ്ട. ഹോ, വന്മാരിനെ എത്രത്തോളം വലിപ്പിക്കും നമുക്ക് നോക്കി കണ്ടറിയാം. ഓക്കെ, കാരണം ഇതിൽ നമുക്ക് മാക്സിമം പോയി ഒരു 68 പ്ലേസിന് എടുക്കാൻ പറ്റില്ല, അതിൻ്റെ മുകളിലേക്ക് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ വന്മാരെ കിട്ടണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ബനൂച്ചിന് ആവശ്യമില്ലാത്തവനെ തൊട്ടിട്ട് നോക്കാം, അതിന് നല്ലത്. പക്ഷെ ഉള്ളവരെ തൊട്ടതിന് വന്മാർ തരാൻ ചാൻസ് ഇല്ല. ബാക്ക് വരട്ടെ. പീച്ചേഴ്സ് മൈക്കിൾ, കുയ്മാൻ. നിങ്ങൾക്ക് ഇന്ന് ആര് കിട്ടിയ താഴെ കമൻറ്റ് കിട്ടോ. ഓക്കെ, ഇനി ബാക്ക് അടിച്ചിട്ട് കറക്കാം. 3 ക്യാൻസൽ ചെയ്യാം, എന്നിട്ട് അടിക്കാം കേട്ടോ. 1, 2, 3.
കൊടുത്തിട്ട് നോക്കാം. ലെറ്റ്സ് ഗോ, ഹിയർ വി ഗോ. ഇറ്റ്സ് ആൻ എപ്പിക്. പക്ഷെ ഉള്ളത് വരടാ, പടി തരുമോ എനിക്കറിയില്ല. വളരെ കാത്തോളി എടാ, ഉള്ളത് വാടാ. പീച്ചസ് മൈക്കിൾ ആ ഗോൾ കീപ്പറിൻ്റെ ഇതായിട്ട് സ്ലൈഡ് ചെയ്ത് വന്നെങ്കിൽ ലെറ്റ്സ് ഗോ ബോയ്. ഗോട്ട് ഇറ്റ് ബ്രദർ, ഗോട്ട് ഇറ്റ് പീച്ചസ് മൈക്കിൾ. ഗായ്സ് സ്മൈക്കിളിലെത്തി ടാർഗറ്റ് ഇടാറുണ്ട് പീച്ചസ് മൈക്കിളാണ്. സോ ചെങ്കായിരെ കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും പൊളിച്ച്, ഒന്നും പറയല, കത്തിയത് രക്ഷപ്പെട്ട. ഞാൻ പെട്ടു വിചാരിച്ചവിടെ. എന്താ പറയാ, ഭാഗ്യമുണ്ട് പാരേ. ഇപ്പം ഇത് കുയിമാനും പനൂച്ചാണ് കിട്ടേണ്ടതുള്ളൂ. കുയിമാന് പോണോ? ഞാൻ എന്തായാലും ഓനൊന്ന് മെസ്സേജ് അയക്കട്ടെ കേട്ടോ, എന്നിട്ട് പോരാ. അൺമിച്ച് ബ്രോ, പീച്ചേഴ്സ് മൈക്കിളിനെ കിട്ടിയിട്ടുണ്ട്. 4ാമത്തെ ട്രയൽ തന്നെ കിട്ടി. ഇനിയിപ്പോൾ ഒബന് പോണോ, കുയിമാന് പോണോ? 4000 കുയിൻ ബാക്കിയുണ്ട്. ഞാൻ കഴിഞ്ഞിട്ട് മെസ്സേജ് കേട്ടപ്പോൾ ഓനപ്പോൾ കുയിമേനെ വേണ്ടാന്ന് പറഞ്ഞേക്കണേ. ഓക്കെ, അത് സീനില്ല. കുയിമേനെ വേണ്ട പറഞ്ഞിട്ട് ഓൻ എന്തായാലും 4000 കോയി ബാക്കി വെച്ചിട്ട് നമ്മൾ ഓൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. വേറൊന്നും പറയാമല്ലോ നമുക്ക്. സോ എന്തായാലും നമുക്ക് ട്രെയിൻ ചെയ്ത് നോക്കാൻ പോയിട്ട് പീച്ചേഴ്സ് മൈക്കിളിന് അവനെ ആവശ്യമുണ്ടോ, കാരണം ഗോൾ കീപ്പർ അവൻ നല്ലതില്ല പറഞ്ഞു. സോ അവിടെ നിന്ന് ചെക്കനെ കിട്ടിയപ്പോൾ ഒരു സന്തോഷം. ഓക്കെ, സോ പീച്ചേഴ്സ് മൈക്കിളിന് ഇടാം. പ്ലെയർ ട്രെയിനിങ് അല്ല, ലെവൽ ട്രെയിനിങ്, സോറി, പ്ലെയർ ട്രെയിനിങ്. രണ്ടും സെയിം തന്നെയാണ്. പ്രൊസീഡ്. പ്ലെയർ പ്രോഗ്രഷൻ ഓട്ടോ എടുക്കാട്ടോ. റെക്കമെൻഡഡ് ഓൾറെഡി ട്രെയിൻ ആയിട്ടുണ്ടായിരുന്നു. ബൂസ്റ്റർ ക്രാഫ്റ്റിംഗ് ഉണ്ടോ, സാധനം ഉണ്ടോ? ഒരെണ്ണം അഡീഷണൽ കൊടുത്ത് നോക്കാം. സേവിങ് കൊടുക്കേണ്ട ആൾക്ക്. സേവിങ്ങിന് കിട്ടി, താങ്ക് യു. സോ ടോട്ടൽ 107 വരുന്നത് നമ്മുടെ പീച്ചേഴ്സ് മൈക്കിൾ. ഈ ഫുട്ബോളിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പറാണ് ഗൈസ്. ഗോട്ടഡ് മൈക്കിൾ എന്ന് വെറുതെ വിളിപ്പേരല്ല, ചെങ്ങായിനുള്ളുണ്ട്. എല്ലാം കത്തി നിൽക്കാട്ടോ, ഒരു രക്ഷയില്ലാത്ത കത്തിക്കലാണ് കത്തിക്കട്. കാണാലോ നിങ്ങൾക്ക് ഏതാ ലെവല്. ജമ്പിങ് 57, കുഴപ്പമില്ല, സെറ്റാണ്, കിടലം കാടാ. പക്ഷെ എന്തായാലും പൊളിച്ച് ചെങ്ങായിക്ക് എടുത്തു കൊടുക്കാൻ പറ്റി. പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയൊരു സന്തോഷമുള്ളൂ. കാരണം അല്ലെങ്കിൽ പണി വലിപ്പിച്ച് അതിനെ പടിയാ, അറിയാലോ നിങ്ങൾക്ക്. എന്തായാലും കിട്ടിയിട്ടുണ്ട്. സോ ആൾക്ക് വേണ്ട ഇതില്ല. ബെന്നൂച്ച് ഓൾറെഡി ഉണ്ട്, ആൾ പറഞ്ഞല്ലോ. പിന്നെ അങ്ങനെ ആൾ കുയിമേനും വേണ്ട പറഞ്ഞു. അത്യാവശ്യമുള്ള സ്കോഡ് ഉണ്ട് ആളുടെ. സോ എന്തായാലും ഗൈസ് സംഭവം കിട്ടിയിട്ടുണ്ട്. ഹാപ്പി ഫോർ ദി ഹരിബ്രോ അവസാനം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായിക്കാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.